ഹായ്, എല്ലാവർക്കും ZAIN'S ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയ ലഡ്ഡു തയ്യാറാക്കാം. അതിനായി ഒരു കപ്പ് കപ്പലണ്ടി ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് വറുത്തെടുക്കാം. വറുത്ത കപ്പലണ്ടിയാണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. വറുക്കാത്തതാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. ഇതിവിടെ ചൂടായി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മൾക്ക് ഇതേ പാനിൽ തന്നെ അരക്കപ്പ് വെളുത്ത എള്ള് അതുകൂടി ഒന്ന് വറുത്തെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡ്ഡുവാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ലഡ്ഡുവാണ്. നമ്മുടെ എള്ള് ഇവിടെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കപ്പലണ്ടിയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന എള്ള് കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. തരിതരിപ്പോട് കൂടി വേണം പൊടിച്ചെടുക്കാൻ, ഒരുപാട് പൊടിഞ്ഞ് പൗഡറാകണ്ട. ഇനി പാനിലേക്ക് ഒരു കപ്പ് ശർക്കര ചീകിയതാണ്, അതിട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്ത് നമുക്കിതിനെ മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കരയെല്ലാം ഇവിടെ ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് പാനിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഉരുക്കിയെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയിൽ മണ്ണോ കല്ലോ ഉണ്ടെങ്കിൽ അത് അരിച്ചെടുക്കേണ്ടതാണ്. ഞാനിവിടെ അരിച്ചെടുത്താണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇതിനെ രണ്ടും നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആ മിക്സ് ചെയ്ത കൂട്ടിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന കപ്പലണ്ടി എള്ള് കൂട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ഓപ്ഷണലാണ്, വേണ്ട എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ടതില്ല. പക്ഷേ ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണം കിട്ടും. ഇതിനെ നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 1-2 മിനിറ്റോളം തന്നെ മീഡിയം തീയിലിട്ട് ഞാനിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ലഡുവിൻ്റെ കൂട്ട് ഇവിടെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ചൂടാകുന്ന സമയത്ത് നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇട്ട ഉടനെ എടുക്കാൻ നോക്കരുത്, കൈ പൊള്ളി പോകും. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ ഓരോരോ ബോൾസാക്കി എടുക്കാം. ഞാനിവിടെ എല്ലാം തന്നെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. വലിപ്പം നിങ്ങൾ തീരുമാനിക്കുക ഏത് തരത്തിലുള്ളത് വേണമെന്ന്. ഞാനൊരു മീഡിയം തരത്തിലുള്ള ലഡ്ഡുവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഹെൽത്തിയാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റും. അതോടൊപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.